അച്ഛൻ നിങ്ങളുടെ രോഗങ്ങൾ, കലരോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ, അർസസ് രോഗങ്ങൾ, അൾസർ രോഗങ്ങൾ, ജോലിയില്ലാത്ത അവസ്ഥകൾ, ജപ്തി നടപടികൾ, വിസ നടക്കാത്ത വിഷയങ്ങൾ, കുടുംബത്തിലെ അസ്വസ്ഥതകൾ, കലഹങ്ങൾ, സാമ്പത്തിക കടങ്ങൾ, ഈ മേഖലകളെല്ലാം കർത്താവിൻ്റെ തിരുസന്നിധി. നിങ്ങൾ എന്തിനു വേണ്ടിയാണ്, എന്താണ് നിങ്ങളുടെ കണ്ണുനീരിൻ്റെ കാരണങ്ങൾ, അത് കർത്താവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന സമയമാണ്. ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കേണ്ട. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. And I through the Catholic Church with the power of Jesus Christ, with the meritorious assembly of Holy Priesthood, I bless the Holy. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപായുടെ യോഗ്യതയാൽ, 39 വർഷം ഞാൻ അർപ്പിച്ച കൃപായുടെ യോഗ്യതയാൽ, കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്താൽ ഈ മക്കളെ കർത്താവ് നീ ആശീർവദിക്കണമേ. കർത്താവ് ഓരോ മകനും, മക്കളില്ലാത്ത പ്രാർത്ഥിക്കുന്ന, ജോലിയില്ലാതെ പ്രാർത്ഥിക്കുന്ന കർത്താവ്, പരീക്ഷ തോറ്റ് പ്രാർത്ഥിക്കുന്ന കർത്താവ്, വിസ പ്രോത്സാഹിക്കുന്ന പ്രാർത്ഥിക്കുന്ന കർത്താവ്, ജപ്തി നടപടിയുള്ളവർ പ്രാർത്ഥിക്കുന്ന കർത്താവ്, ജീവിതത്തിൻ്റെ വിവിധങ്ങളായ രോഗങ്ങൾ, പീഡകൾ, കടങ്ങൾ, സങ്കടങ്ങളെല്ലാവരും കർത്താവിൻ്റെ ദിവസത്തിന് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ കൃപ നിങ്ങളിലേക്ക് ആവശ്യിക്കട്ടെ. മാർഗരോഗങ്ങൾ, തീരവേദികൾ, ജീവിത ദുരിതങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഒക്ടോബർ 25-ാം തീയതിയാണ് നമ്മുടെ മരിയൻ ജപമാല റാലി. ഇവിടെ നിന്ന് അർത്തിങ്ങപ്പള്ളിയിലേക്ക് രാവിലെ 6 മണിക്ക് ജപമാല റാലി ആരംഭിക്കാം. അപ്പം നിങ്ങൾ ഡേറ്റ് ഒന്ന് ബ്ലോക്ക് ചെയ്തിടാൻ വേണ്ടിയാണ് ഇപ്പോൾ ഓർപ്പിക്കുന്നത്. ബാക്കി അതിൻ്റെ വിഷയങ്ങളെല്ലാം അറിയിക്കും. പിന്നെ ഒരു ജാഗ്രത വേണം. നമ്മൾ ലോകത്തെ ഏറ്റവും വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ പാതയിലേക്ക് പോവുകയാണ്. ഒക്ടോബർ 25-ആണ് ജപമാല റാലി. ഓക്കെ അല്ലേ? നിങ്ങളുടെ ബാക്കി വിഷയങ്ങൾ, ഓരോരുത്തരുടെയും സങ്കട വിഷയങ്ങൾ മൗനമായി ദിവ്യകാരുണ്യ തിരുസന്നിധിയും ഈശോയുടെ അമ്മയുടെ മാധ്യസ്ഥത സമർപ്പിക്കേണ്ട സമയമാണിത്. മരിയൻ ഉടമ്പടി വഴിയായിട്ട് സമർപ്പിച്ചിട്ടുള്ള എല്ലാ നിയോഗങ്ങളും പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ആശീർവാദിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദേവതാവി നന്ദി, ദേവതാവി മഹത്വം, ദേവതാവി ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Amen.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്ക് പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്ക് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടി ജീവിതത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ കാലാവസ്ഥകളിലെ മനുഷ്യന് അനുഭവപ്പെടുന്ന പ്രതിസന്ധികൾ അതിനെ സുവിശേഷ വിഹിതമായി കൈകാര്യം ചെയ്യാനുള്ള പഠന മുറകളാണ് ഉടമ്പടിയിലുള്ളത്. വൈദ്യം ശാസ്ത്രമാകുമ്പോൾ ഓരോരോ രോഗത്തിന് ഓരോരോ മരുന്നുകളും അതിൻ്റെ ഉപയോഗിക്കുന്ന വിധങ്ങളും ഡോസേജുകളും ഒക്കെ നമുക്ക് പരിചയമുള്ളതാണ്. അതുപോലെ തന്നെയാണ് ജീവിതത്തിലെ ഓരോരോ വിഷയത്തിന് ഓരോരോ പരിഹാര മാർഗങ്ങളാണ്. ഈ പരിഹാര മാർഗങ്ങൾ അതിൽ തന്നെ വളരെ വ്യക്തവും കൃത്യവുമാണ്. ഉടമ്പടിയിൽ വരുന്ന ഒരു ബിഗ് പോയിന്റ്, എല്ലാത്തിനും അതിൻ്റെ സ്ട്രെങ്ത്തും ഉണ്ടാവും, വീക്ക്നെസ്സും ഉണ്ടാവും. ഇപ്പം നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി തുനിഞ്ഞിറങ്ങുമ്പോൾ നമ്മളൊരു പേഴ്സണൽ അസസ്മെൻറ്റ് നടത്തും, വ്യക്തിപരമായൊരു വിലയിരുത്തൽ, ഈ വിഷയം അഭിമുഖീകരിക്കാനുള്ള നമ്മുടെ സ്ട്രെങ്ത് എന്താണ്, നമ്മുടെ വീക്ക്നെസ് എന്താണ്, നമ്മൾ അസസ് ചെയ്യും. നമുക്ക് അതിനുള്ള പവർ എന്താണ്, എവിടെയാണ് നമുക്ക് ഇപ്പോൾ പഠനത്തിൻ്റെ കാര്യം തന്നെ ശരി പറയും, അച്ഛാ എനിക്ക് സ്പീക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ അവർ പറയണത് എനിക്ക് കേൾക്കാൻ എനിക്ക് കൃത്യമായിട്ട് കിട്ടത്തില്ലെന്ന് പറയും. അതുകൊണ്ട് ഹിയറിങ്ങിന് ഞാൻ പോവും. ഞാൻ റൈറ്റിങ്ങിന് ഓക്കെയാണ്. അതുപോലെ തന്നെ IELTSൻ്റെ സ്പീക്കിങ്ങിന് ഞാൻ ഓക്കെയാണ്, റീഡിങ്ങിന് ഞാൻ ഓക്കെയാണ്. പക്ഷേ അവരുടെ ഫോണറ്റിക്സ് എനിക്ക് മനസ്സിലാവണില്ല, അതുകൊണ്ട് റീഡിങ്ങിന് എനിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റണില്ല എന്ന് പറയും. അതാണ് നമ്മുടെ വീക്ക്നെസ്. അപ്പോൾ സ്ട്രെങ്ത് എന്ന് പറയണത് നമ്മൾ ഓക്കെ ആണെന്ന് പറയുന്നതെല്ലാം നമ്മുടെ സ്ട്രെങ്താണ്. ഉടമ്പടിയിലും ഇതുപോലെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഉണ്ട്. പ്രാർത്ഥനയ്ക്ക് നമ്മൾ ഓക്കെയാണ്, നമ്മൾ സ്ട്രെങ്ത് ഉണ്ട്, നമ്മൾ പ്രാർത്ഥിക്കും. ഒരു ഉടമ്പടി മിനിമം പ്രാർത്ഥനയേ ഉള്ളൂ. അപ്പം നിങ്ങൾ തന്നെ ഓർക്കും, എന്താ ഇത്രയും കൊച്ചു പ്രാർത്ഥനയല്ലേ ഉള്ളൂ, ഇതുകൊണ്ട് വലിയ കാര്യങ്ങൾ എങ്ങനെ ചെയ്യാനാണെന്ന് നിങ്ങൾ ഓർക്കും. ആ പ്രാർത്ഥനയുടെ ഡോസേജ് അതിൽ 20% ഉള്ളൂ. ബാക്കി 30% കാരുണ്യ പ്രവൃത്തികളാണ്. 50% ഇവാഞ്ചലൈസേഷനാണ്, സുവിശേഷ വിശ്വാസ കൈമാറ്റം.
എപ്പോഴും ഞാൻ പറയുന്നു, എല്ലാ ദിവസവും ഞാൻ പറയുന്നുണ്ട്, നിങ്ങളിതിനെ മുഴുവനൊരു പ്രാർത്ഥനയാക്കി അങ്ങോട്ട് കൺവേർട്ട് ചെയ്യും. 80% പ്രാർത്ഥനയാക്കും. കാര്യം നമ്മൾ പരിചയിച്ചത് അതാണ്. പക്ഷെ ഉടമ്പടി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, ഇതിൻ്റെ ഫോർമാറ്റ് നേരെ ഓപ്പോസിറ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അവൻ പറയുന്ന പോലെ ചൊല്ലുകയല്ല നമ്മൾ ചെയ്യണത്, അവൻ പറയുന്ന പോലെ ചെയ്യുകയാണ്. അതിൻ്റെ കാരണം അതൊരു ഫോർമുലയാണ്. മനുഷ്യൻ രക്ഷപ്പെടാനും ഇല്ലായ്മയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പരിശുദ്ധ അമ്മയിലൂടെ ദൈവം വെളിപ്പെടുത്തിയ ഒരു പദ്ധതിയാണ് അവൻ പറയുന്ന പോലെ ചെയ്യുക. അത് എത്രയോ വർഷമായിട്ട് സഭയിൽ ആ വചന സുവിശേഷം വായിക്കുന്നതാണ്. പക്ഷെ കൃപാസനത്തിൽ അത് വായിച്ചപ്പോൾ അതിൻ്റെ പാസ്വേഡ് കൂടി തന്ന്, പാസ്വേഡ് ഇല്ലാതെ നമുക്ക് എന്തുകൊണ്ടും ചെയ്യാമല്ലോ. ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒത്തിരിയേറെ സൈറ്റുകളുണ്ട്. പക്ഷെ ചിലതിന് നമ്മൾ പേയ്മെൻ്റാണ്, പൈസ കൊടുത്താൽ മാത്രമേ ഫർദറായിട്ട്. ഇപ്പം നമുക്ക് ഒരു എസ്സേ, ഇപ്പം ChatGPT ഒക്കെ നമുക്കൊരു എസ്സേ ഒക്കെ ഫോർമുലേറ്റ് ചെയ്യാൻ സഹായിക്കും. പക്ഷേ ചില പുസ്തകങ്ങളുടെ ആന്തരിക കണ്ടൻറ്റുകൾ വേണമെങ്കിൽ നമ്മൾ പേയ്മെൻറ്റ് നടത്തണം, പൈസ കൊടുത്താൽ മാത്രമേ കിട്ടത്തുള്ളൂ. ഇപ്പം വചനത്തിൻ്റെ ഒരു അവസ്ഥ അതാണ്. വചനം വായിക്കുമ്പോൾ കിട്ടുന്നതെല്ലാം ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. ഓരോ വചനത്തിനും പാസ്വേഡുണ്ട്, പേയ്മെൻറ്റ് നടത്തിയിട്ട് കിട്ടുന്നത്. കൃപാസനത്തിൽ ഈ 2:5 യോഹന്നാൻ്റെ സുവിശേഷം 2:5 അവൻ പറയണ പോലെ ചെയ്യുക എന്നുള്ള വാക്ക് 2000 വർഷങ്ങളായിട്ട് ഇവിടെ വായിക്കപ്പെടുന്നതാണ് സുവിശേഷത്തിൽ. പക്ഷെ അതിനകത്തൊരു ഉടമ്പടി ഇരിപ്പുണ്ടെന്നുള്ളതാണ് കൃപാസനത്തിന് കിട്ടിയ പ്രത്യേക വെളിപാട്. അതിന് ശരിക്കും പേയ്മെൻ്റാണത്. അതെന്ത് പേയ്മെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളിവിടെ ചെയ്തത് 2003 ഒരു വർഷം മുഴുവനും അഖണ്ഡ ജപമാല, 1000 മണി ജപമാല, 6 ദിവസത്തെ മഴയെന്നൊക്കെ പറഞ്ഞ പോലെ 6 ദിവസത്തെ കൊന്തമുണ്ടായിരുന്നു ഇവിടെ. രാത്രിയും പകലും ജപമാല ചെല്ലും. 1 മണിക്കൂർ പോലും 1 മിനിറ്റ് പോലും കളയാതെ രാത്രിയും പകലും തോരാതെ ഇങ്ങനെ ജപമാല ചെല്ലുമായിരുന്നു. ഇവിടെ ഒരു കൂടാരമൊക്കെ കെട്ടിയിട്ട് അതിൻ്റെ അകത്തിരുന്ന് ഓരോരോ ഗ്രൂപ്പുകൾ വന്ന് അണമുറിയാതെ ഇങ്ങനെ ജപമാല ചെല്ലുമായിരുന്നു 2003. അത് ഒക്ടോബർ മാസം 25-ാം തീയതിയാണ് തുടങ്ങിയത്. പിറ്റേ കൊല്ലം ഒക്ടോബർ മാസത്തിലാണ് അത് തീരണത്. 2004 ആണ് ആ അണമുറിയാത്ത ജപമാല തീരണത്. അതിന് 2004 ഒക്ടോബർ 25-ന് തീരുമ്പോൾ ഡിസംബർ ആയപ്പോൾ മാതാവ് പ്രത്യക്ഷപ്പെട്ടു. മാതാവ് പ്രത്യക്ഷപ്പെട്ടെങ്കിലും ദുരന്തം ഉണ്ടാകാൻ പോണ്, പ്രാർത്ഥിക്കണമെന്നാണ് അമ്മ പറഞ്ഞത്. അപ്പോൾ സമയഘടികാരം നെഞ്ചിൽ ചാർത്തി സിൽവർ ഗ്രേയിലാണ് അമ്മ പ്രത്യക്ഷപ്പെടുന്നത്. ഇതിൻ്റെ വലിയ ഒരു ഇമ്പാക്റ്റ് ആ ദിവസങ്ങളിൽ ഇല്ലാതിരുന്നത്. എനിക്കാണെങ്കിൽ ഇത് ഇങ്ങനെ ലോകം മുഴുവൻ വ്യാപിപ്പിക്കേണ്ട ഒരു കാര്യമായിട്ട് തോന്നിയില്ല. തോന്നുന്നത് വെച്ചാൽ ആ പരുവക്കേടായിരുന്നു അന്നത്തെ കാലം. അതൊക്കെ ഇവിടെയൊക്കെ ഇത് തുടങ്ങി വരുന്നൊരു സമയമാണ്. അപ്പം അതുകൊണ്ട് സഭയിൽ നിന്ന് ചോദ്യങ്ങളുണ്ടാവും. ഇത് ആൾക്കാരെ കൂട്ടാൻ വേണ്ടി നിങ്ങൾ വല്ല തരികിട പരിപാടിയും കാണിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട്, അപ്പം എനിക്ക് ആ വിഷയത്തിൽ വല്ല സസ്പെൻഷനൊക്കെ വരുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാനത് മിണ്ടാതെ അങ്ങനെ നടന്നു. ഈ ജനങ്ങളോട് പറഞ്ഞ് നമ്മൾ പ്രത്യക്ഷപ്പെട്ട കാര്യമെങ്കിലും പ്രചരിപ്പിച്ചില്ല. പിന്നെ 10 കൊല്ലം കഴിഞ്ഞ് 2014 അവസാനമായപ്പോൾ, സെപ്റ്റംബർ ആയപ്പോൾ വാടിപ്പെട്ടി പോയി. അവിടെ വെച്ചാണ് എനിക്കവിടെ കയറാൻ പറ്റാത്ത അമ്മയുടെ സന്നിധാനം, അവിടെയും മാതാവ് പ്രത്യക്ഷപ്പെട്ടതാണ്. അപ്പം അവിടെ സന്നിധാനത്ത് കയറാൻ പറ്റാത്തൊരു മാനസികാവസ്ഥ വന്ന് ഞാൻ ഡൗണായിട്ട് അങ്ങനെ പുറത്ത് നിൽക്കുകയാണ്. വിജയകുമാറിനെ കൊണ്ട് ഞാൻ നേർച്ച ഇടിച്ചിട്ട് തിരിച്ചു പോന്നു. വിജയകുമാർ എന്നോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ അച്ഛൻ കയറാത്തത്? ഇപ്പം ഞാൻ പറഞ്ഞു, എനിക്കിവിടെ കയറാൻ അനുവാദമില്ലെന്ന് പറയണം അമ്മ.
ഇതിനേക്കാൾ വ്യക്തമായിട്ടാണ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. നീ അത് പൂത്തിവെച്ചിരിക്കുന്ന കാരണം നിനക്ക് മരണസമയത്ത് ഇതിന് ഉത്തിരിപ്പ് കടവുണ്ടാകുമെന്ന്. കാര്യം അതെനിക്ക് പേടിയായിപ്പോയി. ഈ പ്രത്യക്ഷീകരണം ഇവിടെ പ്രഖ്യാപിക്കേണ്ട കാരണം ഇത്രയും എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. അതായത് എൻ്റെ മരണസമയത്ത് ദൈവം നടത്തിയ ഈ വലിയ കാര്യം ലോകത്തോട് പറയാതെ മരിച്ചാൽ അത് ഉത്തിരിപ്പ് കടമാകുമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പിന്നെ മുമ്പും പുറകും നോക്കാതെ ഇവിടെ വന്ന് 2015 അമ്മയെ പ്രതിഷ്ഠിച്ച്. അന്ന് പ്രതിഷ്ഠിച്ച മാതാവാണ് അവിടെ ഇരിക്കുന്നത്. അതായത് കൃപാസന മാതാവല്ല, ലൂർദ് മാതാവിൻ്റെ രൂപമാണ് നമ്മുടെ ഉണ്ടായിരുന്നത്. തിരുമാനോടും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് റോണിയ സെലിൻ. ഞാൻ മാവേലിക്കരയിൽ നിന്ന് വരുന്നു. എൻ്റെ മോള് മരിയ ബെൻസിക്ക് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. ഇപ്പം മോൾക്ക് 7 മാസമുണ്ട്. എൻ്റെ പേര് റോണിയ സെലിൻ, സ്ഥലം മാവേലിക്കര, കൊർത്തിയാട്. ഞാൻ ഗർഭിണിയായിരിക്കുന്ന സമയം 5-ാം മാസത്തിലാണ് കുഞ്ഞിൻ്റെ നട്ടെല്ലിൽ ഒരു മുഴ വളരുന്ന കാര്യം സ്കാനിങ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞത്. പിന്നീട് എറണാകുളത്തേക്ക് ഡീറ്റെയിൽ സ്കാനിങ്ങിന് അയച്ചു. അവിടെ ഡീറ്റെയിൽ സ്കാനിങ് ചെയ്തപ്പോൾ കുഞ്ഞിൻ്റെ നട്ടെല്ലിൽ ഒരു നാരങ്ങ വലിപ്പത്തിൽ മുഴ വളരുന്നതായും അതുമൂലം കുഞ്ഞിൻ്റെ തലയ്ക്ക് വെള്ളം കെട്ടുന്നതായും ചെറിയ രീതിയിൽ തല വലുതാവുന്നതായും കണ്ടു. ഈ മുഴ കാരണം കുഞ്ഞിന് ജനിച്ചാലും കുഞ്ഞിന് കാലിൽ ബലക്കുറവും യൂറിനും മോഷനും പോകാൻ ബുദ്ധിമുട്ടും വരുമെന്ന് ഡോക്ടർ പറഞ്ഞു. പിന്നീട് മൂത്രം പോകാൻ കത്തീറ്റർ ഇടുകയും അങ്ങനെ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമെന്നും പറഞ്ഞു. അബോർഷനായിരിക്കും ചെയ്യുന്നത് നല്ലതെന്ന് ഡോക്ടർ സജസ്റ്റ് ചെയ്തു. എങ്കിലും നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു. എങ്കിലും ഹസ്ബൻഡിൻ്റെ ഫുൾ സപ്പോർട്ടിൽ പ്രഗ്നൻസി മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ തീരുമാനിച്ചു. ആ ഇടയ്ക്കാണ് ഹസ്ബൻഡിൻ്റെ കൂട്ടുകാരൻ കൃപാസനത്തെപ്പറ്റി ഞങ്ങളോട് പറഞ്ഞത്. അവിടെ ചെന്ന് പ്രാർത്ഥിച്ചാൽ അമ്മ മാതാവ് ഒരു കുഴപ്പവും കൂടാതെ കുഞ്ഞിനെ തരുമെന്ന് പറഞ്ഞു. അങ്ങനെ 7-ാം മാസത്തിൽ ഞാനിവിടെ വരികയും അമ്മ മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിക്കുകയും ചെയ്തു. ഉടമ്പടി എടുക്കുകയും ചെയ്തു. 2022 ഓഗസ്റ്റ് 7-ാം തീയതി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തതിന് ശേഷം മനസ്സിന് വല്ലാത്തൊരു ധൈര്യം കൈവന്നു. അമ്മ മാതാവ് യാതൊരു കുഴപ്പവും കൂടാതെ കുഞ്ഞിനെ തരുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചു. അങ്ങനെ എന്നും വൈകുന്നേരം പ്രാർത്ഥിച്ച് തൈലം വയറ്റിൽ പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ 9-ാം മാസത്തെ സ്കാനിങ്ങിൽ കുഞ്ഞിൻ്റെ തലയിലെ നീർക്കെട്ട് മാറിയതായും കുഞ്ഞിൻ്റെ തല നോർമൽ വലിപ്പത്തിലേക്ക് വന്നതായും ഡോക്ടർ പറഞ്ഞു. അങ്ങനെ 9 മാസങ്ങൾക്ക് ശേഷം സിസേറിയനിലൂടെ കുഞ്ഞിന് പുറത്തെടുത്തു. നട്ടെല്ലിലെ മുഴ ഒരു ഓറഞ്ച് വലിപ്പത്തിൽ ഉണ്ടായിരുന്നു. ഡിസ്ചാർജിന് ശേഷം ഞങ്ങൾ ജോസഫ് അച്ഛനെ കാണാൻ ഇവിടെ വന്നു. അച്ഛൻ കുഞ്ഞിൻ്റെ തലയിൽ നന്നായി കൈവച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം അച്ഛൻ പറഞ്ഞു, കുഞ്ഞിന് ഓപ്പറേഷൻ വേണ്ടി വന്നേക്കാം, എന്നാലും അമ്മ മാതാവിൻ്റെ അനുഗ്രഹത്താൽ കുഞ്ഞിന് യാതൊരു ബുദ്ധിമുട്ടും യാതൊരു നെർവ് ഡാമേജും കൂടാതെ പൂർണ്ണ ആരോഗ്യത്തോടെ കിട്ടുമെന്ന് അച്ഛൻ പറഞ്ഞു. അതനുസരിച്ച് ഞങ്ങൾ പിന്നീട് കുഞ്ഞിൻ്റെ ഓപ്പറേഷൻ നടത്തി. ഇന്ന് കുഞ്ഞ് പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കുന്നു. ഒരു നോർമൽ ബേബിയെ പോലെ യാതൊരു കുഴപ്പങ്ങളും കുഞ്ഞിനില്ല. കുഞ്ഞിനെ പൂർണ്ണ ആരോഗ്യത്തോടെ കിട്ടിയത് അമ്മ മാതാവിൻ്റെയും തിരുകുമാരൻ്റെയും അനുഗ്രഹത്താലാണെന്ന്
ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അമ്മ മാതാവിനും ഈശോയോടും 1000 നന്ദി പറയുകയും ചെയ്യുന്നു. ഞാൻ ഇടുക്കി ജില്ലയിൽ തൊടുപുഴ താലൂക്കിൽ നിന്നാണ് വരുന്നത്. എനിക്ക് എൻ്റെ പേര് TP ചാക്കോ. എൻ്റെ മോളാണ് എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്തത്. എൻ്റെ മോക്കയുടെ പേര് മീനു. ഞാൻ 2023 ജനുവരി ആദ്യം ശ്വാസകോശ സംബന്ധമായ അസുഖം മൂലം ആശുപത്രിയിലായിരുന്നു. അതിൽ ഒരാഴ്ചയോളം തന്നെ ICUവിൽ തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ബാക്കി ദിവസങ്ങളിൽ റൂമിലൊക്കെ ആയിട്ട് അങ്ങനെ 1 മാസം ആശുപത്രി തന്നെയായിരുന്നു. ശ്വാസകോശത്തിൽ ചെറിയ മുഴകളുണ്ടായിട്ട് അത് പൊട്ടുകയും അത് മാറ്റുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം ട്യൂബ് ഇടുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പം ഈ ശ്വാസകോശത്തിലെ വിള്ളലുകൾ മാറുന്നതിന് വേണ്ടിയിട്ട് അമൃത ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞു. എന്നാൽ അമൃത ഹോസ്പിറ്റലിൽ പോയി ഒരാഴ്ച അവിടുത്തെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അവിടുത്തെ ചെക്കപ്പുകളെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ ഹോളുകളെല്ലാം ഓട്ടോമാറ്റിക്കലി അടഞ്ഞു വന്നതായിട്ട് പറഞ്ഞു. അതുകൊണ്ട് ഒരു ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ എനിക്ക് പോരാൻ സാധിച്ചു. അതിന് ദേവമാതാവിന് പ്രത്യേകമായിട്ട് നന്ദി പറയും. എൻ്റെ പേര് ഗ്രേസി KA. ഞാൻ കോട്ടയത്തു നിന്ന് വരുന്നു. ഞാൻ 2018 ഉടമ്പടി എടുത്ത്. അന്ന് കുറേ ദിവസം വന്നു, മാസങ്ങൾ വന്നായിരുന്നു. അപ്പോൾ എനിക്ക് ഉടമ്പടി പുതുക്കാൻ സാധിച്ചില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ 2019 ആയപ്പോഴത്തേക്കും എൻ്റെ മകന് ഒരസുഖം വന്നു. പനിയായിരുന്നു. ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായിട്ട് 2 ആഴ്ച കഴിഞ്ഞ് വീട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ അവന് പെട്ടെന്നൊരു ദിവസം വൈകുന്നേരം ആയപ്പോഴത്തേന് പെട്ടെന്ന് എനിക്ക് ശ്വാസം മുട്ടുന്നു എന്ന് പറഞ്ഞു. ശ്വാസം മുട്ടുന്നപ്പോഴത്തേക്കും ഞങ്ങൾ പെട്ടെന്ന് അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ പോയി. അവിടെ അവർ അഡ്മിറ്റ് ആക്കാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും എനിക്കൊരു പേടി തോന്നി. ഞാൻ പെട്ടെന്ന് മെഡിക്കൽ കോളേജിന് തന്നെ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞു എക്സ്റേ എടുക്കണമെന്ന് പറഞ്ഞു. രാത്രി ആയിരുന്നു. ഞാനും എൻ്റെ ഭർത്താവും ഉള്ളൂ. മോൻ വാർഡിലാണ്. ഞാൻ ഒറ്റയ്ക്ക് അവിടെ നിന്നിറങ്ങി. എൻ്റെ കയ്യിൽ പൈസയൊന്നും ഇല്ലായിരുന്നു. ഞാൻ പെട്ടെന്ന് എൻ്റെ ATM കാർഡും എടുത്തുകൊണ്ട് പെട്ടെന്ന് ATM കൗണ്ടറിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ആരുമില്ല എന്നെ ഒന്ന് സഹായിക്കാൻ. ഒരു സെക്യൂരിറ്റി ചേട്ടൻ പെട്ടെന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ATMൽ പൈസ എടുക്കണം, എനിക്ക് ഇന്ന പോലെയാണ്, കൊച്ചിന് ICD ഇടുമെന്ന് പറയും, ട്യൂബ് ഇടുവാണ്, അപ്പോൾ ശ്വാസകോശത്തിൽ വെള്ളം കെട്ടിക്കിടക്കുകയാണ്, ട്യൂബ് ഇടുവാണ്. ഡോക്ടേഴ്സ് അന്നേരം പറയുന്നത് സീരിയസ് ആണ് എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ഭർത്താവിനോടും മകനോടും ആരോടും പറഞ്ഞില്ല. പിന്നെ ഞാൻ പെട്ടെന്ന് അവരോട് പോയി പൈസ എടുത്തുകൊണ്ട് വന്നു പെട്ടെന്ന് ട്യൂബൊക്കെ വാങ്ങിച്ച് കൊടുത്തു. അങ്ങനെ ട്യൂബിട്ട് കഴിഞ്ഞ് ഞങ്ങളൊരു 6 മാസത്തോളം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായിരുന്നു. അങ്ങനെ അഡ്മിറ്റായി കഴിഞ്ഞപ്പം എനിക്ക് പലപ്പോഴും സാമ്പത്തിക ബുദ്ധിമുട്ട്. ചില ദിവസം 100 രൂപയൊക്കെ കാണുള്ളൂ. അപ്പം ഞാൻ മാതാവിനോട് പറയും, മാതാവേ എനിക്കിന്ന് 100 രൂപയുള്ളൂ. ഞാൻ അവന് രാവിലെ കാപ്പി വേണം, പിന്നെ അവന് മരുന്ന് വാങ്ങിക്കണം, ഞാൻ എന്ത് ചെയ്യും? അപ്പോഴത്തേക്കും അന്ന് തന്നെ രാത്രിയിൽ എന്നെ ഒരു സഹോദരി എന്നെ വിളിക്കുകയാണ്. ആ സഹോദരിയും കുടുംബവും പെട്ടെന്ന് എൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ ഇടും. അങ്ങനെ എനിക്ക് ഈ 6 മാസക്കാലവും എങ്ങനെ മാതാവ് എന്നെ സഹായിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അവരിലൂടെ എനിക്ക് അങ്ങനെ ഒരു സഹായം കിട്ടി. അങ്ങനെ ഞങ്ങൾ 6 മാസം കഴിഞ്ഞു. അങ്ങനെ ഇടയ്ക്ക് ഒരു മാസം പെട്ടെന്ന് ഇവന് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ കാർഡിയാക് ന്യൂറോ തൊറാസിക് സർജറി എന്നാണ് പറയുന്നത്. അവിടെ കാർഡിയോളജി കാണിച്ചു. അപ്പോഴത്തേക്കും അഡ്മിറ്റാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ മാതാവേ, ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് പൈസയൊന്നുമില്ല, അതുകൊണ്ട് ഈ മാസം ഇവൻ്റെ സർജറി ഒന്ന് മാറ്റി വെക്കണമെന്ന്. അപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു, ഒരു 15 ദിവസമായപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ വീട്ടിൽ പൊക്കോ, ഇപ്പം സർജറി നമുക്ക് ചെയ്യണ്ട, 2022 മാർച്ചിൽ നമുക്ക് സർജറി ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ 2022 മാർച്ച് 18-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയിട്ട് ഞാനിവിടെ ഓഫീസിൽ ചെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും ഈ ബ്രദർ എന്നോട് പറഞ്ഞു,
ശ്വാസകോശ രോഗികളെ ഒന്നും അങ്ങനെ അച്ഛന് കാണാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ വന്നു നിന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, അമ്മേ അച്ഛൻ കൈവച്ചാൽ അത് അമ്മ കൈവെക്കുന്ന പോലെ എനിക്കെൻ്റെ കൊച്ചിന് CT സ്കാൻ എടുത്താലേ അവിടെ പോയി എനിക്ക് ഡോക്ടറെ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എനിക്ക് കാണണമെന്ന് പറഞ്ഞു. എനിക്കറിയത്തില്ല, പെട്ടെന്ന് ബ്രദർ അങ്ങ് മാറി വേറൊരു ബ്രദർ അവിടെ വന്നു ഓഫീസിൽ. ഞാൻ അവിടെ ചെന്ന് എൻ്റെ കാര്യം പറഞ്ഞു. എൻ്റെ പേപ്പറുകളൊക്കെ ഞാൻ കാണിച്ചു, സ്കാനിങ് പേപ്പറൊക്കെ കാണിച്ചു, മറ്റേ ചീട്ടൊക്കെ കാണിച്ചു, ഡിസ്ചാർജ് കാർഡൊക്കെ കാണിച്ചു കഴിഞ്ഞവൻ പറഞ്ഞു ഒരു ടോക്കൺ തരാമെന്ന് പറഞ്ഞു. 5ാമത്തെ ടോക്കൺ എനിക്ക് കിട്ടി. ഞാനെൻ്റെ മോനെയും കൊണ്ട് ഇവിടെ വന്നു. അച്ഛനോട് ഞാൻ ഒന്നും പറഞ്ഞില്ല. അച്ഛൻ അവിടെ പോയി ഈശോയുടെ പാദത്തിൽ അച്ഛൻ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ വന്ന് അവൻ്റെ ഷർട്ട് അച്ഛൻ മാത്രം, ജോസഫച്ചനാണ് അവൻ്റെ ഷർട്ട് അഴിച്ചത്. എന്നോട് പറഞ്ഞു വിശ്വാസപ്രമാണം ചൊല്ലിയാൽ മതി, അവിടെ നിന്ന് അമ്മ ചൊല്ലിക്കോളാൻ പറഞ്ഞു. ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി. അച്ഛൻ അവൻ്റെ ഷർട്ട് അഴിച്ചു. അവൻ്റെ ഇടതുഭാഗത്തായിരുന്നു പ്രശ്നം ഉണ്ടായിരുന്നത്. അച്ഛൻ അവിടെ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ പറഞ്ഞു, നീ ധൈര്യമായിട്ട് പൊക്കോ, നീ ഇവിടെ വന്ന് നീ നിൻ്റെ അമ്മയും കൂടി സാക്ഷ്യം പറഞ്ഞേക്കണം. എന്നോടും പറഞ്ഞു സാക്ഷ്യം പറയാൻ ഇവിടെ വന്നേക്കണം, അത് മാത്രം മതിയെന്ന് പറഞ്ഞു. ഞങ്ങളതും കഴിഞ്ഞ് പിറ്റേ ദിവസം പോയി CT സ്കാൻ എടുത്തു. CT സ്കാൻ എടുത്തപ്പോൾ അന്ന് ഡോക്ടർ പറഞ്ഞത് ഇവൻ്റെ ശ്വാസകോശത്തിൻ്റെ ഒരു ഭാഗം മുഴുവൻ കറുത്തിരിക്കുക.